കാരണം നമുക്കൊക്കെ അറിയാം ഷംല എന്ന് പറയുന്നത് ഞാൻ കാണുന്ന സമയത്ത് ഒരു കുടുംബശ്രീയിൽ പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. അതിനുശേഷമാണ് അവർ കുടുംബശ്രീയിലൊക്കെ വരുന്നത്. വെറും വീട്ടിലെ അടുക്കള പണികളുമായി ഭർത്താവിനെ ശുശ്രൂഷിച്ചും ഭർത്താവിൻ്റെ ഉമ്മയെ ശുശ്രൂഷിച്ചും ഒക്കെ വീട്ടിൽ അടങ്ങിയിരുന്ന ഒരു സംരംഭക എന്നാന്ന് പറയാൻ പറ്റില്ല, ഒരു വനിതയായിട്ട് സാധാരണ ജീവിതം പുലർത്തി വന്നിരുന്ന ഒരാളായിരുന്നു നമ്മുടെ ഷംല എന്ന് പറയുന്നത്. ഈ ഷംല പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷംലയുടെ ഭർത്താവായ ഇസ്മായിൽ നല്ലൊരു ബിസിനസ്സുകാരനൊക്കെ ആയിരുന്നു ആദ്യം. അതിനുശേഷം ആ ബിസിനസ്സിലൊക്കെ ചെറിയ ഇടിവ് വരികയും, നമുക്കറിയാം ഒരു ബിസിനസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സക്സസ് ആവണമെന്നില്ല. ആ ഒരു ഇടിവ് വന്ന സമയത്താണ് നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടും അതുപോലെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമ്മുടെ ഷംല ഒരു സംരംഭവുമായി മുന്നോട്ട് വരുന്നത്. ഈ ഒരു ചെറിയ സംരംഭം ഇവിടെ ആരംഭിച്ചു. അതിലൂടെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു സംരംഭം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും സപ്പോർട്ടീവായി നിൽക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ പുരുഷന്മാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഓരോ വനിതകളുടെയും ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു പുരുഷന്റെ കരങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ പുരുഷന്റെ കരങ്ങളില്ല എങ്കിൽ ഒരിക്കലും ഒരു വനിതയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു വരാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ ഇസ്മായിലിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ടോടു കൂടി ഷംല ഇവിടെ ഒരു ചെറിയ സംരംഭം അവരുടെ വീടിനകത്ത് വെച്ചായിരുന്നു തുടങ്ങിയത്. ആ വീടിനകത്ത് വെച്ച് ചെറിയ തുണിസഞ്ചികളും തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു അവർ ആ കോവിഡ് സമയത്ത് 2018 കാലഘട്ടത്തിൽ ആ കോവിഡ് സമയത്താണെന്ന് തോന്നുന്നു മാസ്ക് നിർമ്മാണത്തിലൂടെയാണ് ഇവർ മുന്നോട്ട് വരുന്നത്. അങ്ങനെ മാസ്ക് നിർമ്മാണം തുടങ്ങി നമ്മുടെ വയനാട് ജില്ലയിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വനിതകളെ സംഘടിപ്പിച്ച് അവർക്ക് ആ മാസ്ക് തയ്ക്കുന്നതിനുള്ള തുണികൾ അവിടെ എത്തിക്കുകയും അവർ മാസ്ക് തയ്ച്ചു കൊടുക്കുകയും അത് മാർക്കറ്റിൽ എത്തിക്കുകയും ആ ഒരു രീതിയിലൂടെയാണ് അവർ വളർന്ന് മുന്നോട്ട് വരുന്നത്. അങ്ങനെ എന്താ പറയുക, ഒരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു വനിതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അധികം വേണ്ടത് അതിന് പറ്റിയ ഒരു മനസ്സും നല്ല ക്ഷമയുമാണ്. ആ ക്ഷമയും ആ മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംരംഭമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഞാനടക്കമുള്ള ആളുകൾ എനിക്കറിയാം, ഞാൻ പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു അല്ലെ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ കാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ അന്ന് മുതൽ ആലോചിക്കുന്ന, ഞാൻ എൻ്റെ കുടുംബശ്രീ 2016 ആരംഭിച്ച ആ കാലം മുതൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന്. ഇന്നും ആ ആലോചനയിൽ തന്നെ നിൽക്കുകയാണ്. കാരണം നമുക്ക് ഞാനൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കുമോ, അത് ശരിയാവുമോ എന്നുള്ളൊരു ആശങ്കയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുക. അങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മളൊന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് നഷ്ടം ഉണ്ടാവുമോ, അതിന് ലാഭം ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക, എന്ത് ചെയ്താലാണ് നമുക്കതിന് മെച്ചം കിട്ടുക എന്നുള്ള ആലോചനകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. അന്ന് മുതൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് സംരംഭം തുടങ്ങണമെന്ന്. ഇന്നും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ ആളുകളും എന്ന് എനിക്കറിയാം. നമ്മുടെ പഞ്ചായത്തിലൊക്കെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ വനിതാ ഘടക പദ്ധതിയിൽ ഒരു 10% വനിതകൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കും. ഈ പ്രൊജക്റ്റ് തയ്യാറാക്കി ഈ റിവിഷൻ വരുന്ന സമയത്ത് വനിതാ സംരംഭകർക്ക് ധനസഹായം എന്ന പേരിലാണ് വെക്കുക. പക്ഷേ നമ്മളൊരു സംരംഭകയെ തിരയുമ്പോൾ അതിന് പറ്റിയ ഒരാളെ കണ്ടെത്താനാവാത്ത ഒരു സാഹചര്യത്തിൽ റിവിഷൻ വരുമ്പോൾ അതൊക്കെ മാറ്റി മറ്റ് പദ്ധതികളായിട്ട് മാറുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ നമുക്ക് ഈ വനിതകൾക്ക് കൊടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സംരംഭം തുടങ്ങാൻ നമ്മുടെ മുമ്പിൽ ആളില്ല എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ വനിതകളാണ്. നമ്മളൊരു നേതൃസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ താഴെയുള്ള വനിതകളെ എന്താ പറയുക, അവർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭത്തിന് ഊന്നൽ നൽകുക. പക്ഷേ അത് കൊടുക്കാൻ പറ്റിയ ഒരു സംരംഭം ഒരാൾക്കുണ്ടാവില്ല. അങ്ങനെ നമുക്ക് ആ പദ്ധതി മാറ്റം വരുത്തേണ്ടതായിട്ട് വരികയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഇവിടെ ഒട്ടനേകം എനിക്ക് തോന്നുന്നു ഒരു 500ഓളം ആളുകൾ ഇപ്പോൾ ഷംലന്റെ കീഴിൽ അവിടെ ഇവിടെയായിട്ട് തുണി തയ്ച്ചിട്ടും ഇവിടെ കുറേ ആളുകൾക്ക് മണി കൊടുത്തിട്ടും ഒക്കെ ഷംല ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെ ക്ഷമയുടെയും അവരുടെ ആ നല്ല മനസ്സിൻ്റെയും ഒരു ഫലം കൊണ്ട് മാത്രമാണ്. അതല്ല എങ്കിൽ ഇത് നമ്മളൊക്കെ ആണെങ്കിൽ ഇതെന്നോ ഇട്ടേച്ച് നമ്മുടെ വഴിക്ക് പോകും, പാട്ടിന് പോകും. അങ്ങനെയാണ് നമ്മൾ പറയാം. അങ്ങനെ ഇതൊക്കെ വിജയിച്ച് ഇവിടെ എത്തി പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഞാൻ ഷംലന്റെ എല്ലാ ദിവസവും ഉള്ള സ്റ്റാറ്റസ് ഞാൻ നോക്കും.
പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ക്ലാസ് കേൾക്കാൻ പോവുകയും വളരെ നല്ല രീതിയിൽ ആ ക്ലാസ് കേട്ട് അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന രീതിയിൽ ആലോചിക്കുകയും ചെയ്യുകയാണ് ശംല. പിന്നെ എനിക്കിവിടെ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരാൾക്കും ഞാൻ ആണയിട്ട് പറയുകയാണ്, നമുക്കൊരാൾക്കും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തൊരു ഫോട്ടോ നമ്മളൊക്കെ കണ്ടു അല്ലേ. ഒരാൾക്ക് എനിക്കൊക്കെ ഇപ്പോഴത് ഒരു എന്താ പറയുക ഒരു പിന്നെ കോരിത്തരിക്കുക ആ ഒരു സംഭവം കാണുമ്പോൾ. കാരണം ഒരു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മളെല്ലാം പിന്നെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു സിനിമാ നടൻ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ MP ആണ് സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയും അപ്പുറം നിന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ ശംല അവരോട് സംസാരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതൊന്നും നമുക്ക് എന്താ പറയുക സ്വപ്നത്തിലെന്ന പോലെയാണ് നമ്മൾ അതൊക്കെ കണ്ടത്. അതിനൊക്കെ നിമിത്തമായത് നമ്മുടെ ശംലയുടെ ആ നല്ല മനസ്സാണ്. അപ്പൊ നമ്മുടെ വനിതാ ദിനത്തില് ഏറ്റവും നല്ല മോട്ടിവേഷൻ നമുക്ക് വേറെ ഒന്നുമല്ല ശംലയാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങും ക്ലാസ്സുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ സംരംഭമായിട്ടും RCTയുടെ ഈ പരിശീലന പരിപാടികളൊക്കെ നമ്മുടെ വാർഡിലൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ വരുന്ന 50ഓളം 60ഓളം സ്ത്രീകൾക്ക് നമ്മൾ മാതൃകയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ എവിടെ ചെന്നാലും വനിതകളോട് സംസാരിക്കുമ്പോൾ അതിന് മാതൃകയായി പറയുന്നത് നമ്മുടെ ശംലയെ മാത്രമാണ്. നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ ശംല മാത്രമേ ഉള്ളൂ. അത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ശംലയെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ബോച്ചയൊക്കെ ഇവിടെ വരിക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞു ബോച്ചെ ടിയുമായി ബന്ധപ്പെട്ട്. വീണ്ടും ഇന്ന് വനിതാ ദിനത്തിൽ ഇന്നും നമ്മളെയൊക്കെ കാണാൻ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ എന്താ പറയുക ശംലയെ ഒരു ആദരപൂർവ്വം കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊക്കെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെയൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കത് പറ്റിയിട്ടുണ്ടാവില്ല. അത് ഒരു വലിയ അഭിമാനമായിട്ട് ഞാൻ തോന്നുക. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുകയും നമ്മുടെ ഒരുപാട് വനിതകൾക്ക് മോട്ടിവേറ്റ് ആവുകയും ചെയ്യുന്ന നമ്മുടെ ശംലയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതിന് വേണ്ടി മാത്രം ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആശയങ്ങൾ ഓരോരുത്തരുടെയും ഓരോ ആശയങ്ങൾ ഉണ്ടാവും. ആ ആശയത്തെ ഒക്കെ നന്നായി പിന്നെ അതിനെ വളമിട്ടുകൊണ്ട് അതിനെ വളർത്തി വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഈ ഒരു ബോച്ചയുടെ ഈ ഒരു കൂടിച്ചേരലുമായി ബന്ധപ്പെട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇതിന് വന്നിരിക്കുന്ന അപ്പം ഇന്നലെ ഞാൻ എൻ്റെ ഒരു മെസ്സേജ് ഇട്ട് എൻ്റെ വാർഡിനൊക്കെ കുറേ പേരുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ഇത് കേൾക്കാൻ വേണ്ടി ഈ റമദാൻ മാസത്തിൽ ഈ സമയത്ത് നിങ്ങൾ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ സുമയൊക്കെ ഉണ്ട്, ഉഷയുണ്ട്, എല്ലാവരും എല്ലാവരും ഉണ്ട്. നമ്മുടെ പുറകിലൊക്കെ എൻ്റെ ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ് വെറുതെ ആയി പോവാതെ അത് അവർക്ക് ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ശംലയെ ഇനിയും നമുക്ക് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ വലിയ വലിയ സംരംഭങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ദൈവം തുണക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാര്യങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങള് സമ്മതം തന്നെ നമ്മുടെ ഭർത്താക്കന്മാരുടെ സമ്മതമാണല്ലോ നമുക്ക് എല്ലാത്തിനും. അപ്പൊ എനിക്കോടി ഞാൻ ഒരു മേടാവാൻ 2 പിന്നെ അത് ജീവിതത്തിലേക്ക് ഒരു മുറിക്കലും നമ്മൾ അത് ഞാൻ നടത്തി അടങ്ങുള്ളൂ അല്ലേ പെണ്ണുങ്ങള്. അതേപോലെ മനസ്സിൽ DGPന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് പക്ഷെ ഞാൻ കേട്ട സത്യമാണോ സാറെന്താ പറയുന്നത് അപ്പൊ പറഞ്ഞ് ആണ് നിങ്ങൾ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് മാഡത്തിന്. ആ പ്രധാനമന്ത്രിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ആ പ്രധാനമന്ത്രിന്റെ പവർ എന്താന്നുള്ളത് മനസ്സിലാക്കിയ ഒരു നിമിഷമുണ്ട്. കാരണം ബാക്കി മന്ത്രിമാരൊന്നുപോലെ ഒരു 10 എത്രയോ അകലെയാണ് മാറ്റി നിർത്തിയത്. അത്രയും അകലെ അവര് മന്ത്രിമാര് നിറച്ച് ഫ്ലാഗുകളാണ്, ഡാമേജ് ഫ്ലാഗുകൾ നെഞ്ഞിങ്ങനെ പൊട്ടുക. പക്ഷെ എന്തായാലും പിടിച്ചു നിന്നേ പറ്റൂ. അപ്പൊ എനിക്ക് വന്ന മെസ്സേജ്, ശംല നീ മേളെത്തി തൊട്ടടിക്ക് താഴെ വീണ് ഇനി നീ ബിസിനസിനെ കാട്ടിയും 1 വർഷം കൊണ്ട് 4 ഇരട്ടി ബിസിനസ് ഉയരാനും വയനാട്ടിൽ മാത്രം അറിയുന്ന കേരളത്തിലും 100% പ്രാർത്ഥന, ബാക്കി നമ്മുടെ ഹാർഡ് വർക്കും ചെയ്യുക, നല്ല പരിശ്രമിക്കുക. 6-7 മാസം അധ്വാനിച്ചാൽ 8-ാം മാസം മുതൽ ചെയ്യടി എന്നിട്ട് ചെയ്യിപ്പിക്കുക. ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ കേൾക്കാൻ. അപ്പോൾ ഇവിടെ സ്റ്റാഫില്ല, എല്ലാവരും ഞങ്ങൾ ഒരേപോലെ തന്നെയാണ്. അപ്പം എന്താ പറയുക, വനിതാ ദിനത്തിൽ നിങ്ങൾ ഇന്നെല്ലാവരും ഇവിടെ സംരംഭകരാവാൻ വന്നവരാണെങ്കിലും സംരംഭകരായാലും
ഇതുവരെയുള്ള സംരംഭത്തേക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു മെച്ചപ്പെടുത്തും. നിങ്ങൾ എവിടെ എത്തണമെന്നുള്ള തീരുമാനം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അവിടെ എത്തുക തന്നെ ചെയ്യും. ഒരു എല്ലാവർക്കും വനിതാദിന ആശംസകൾ. പിന്നെ ഇന്നത്തെ മോളായിലൂടെ ഉയർച്ച ഞാൻ പെഗടിക്കില്ല. സത്യം സത്യം. നല്ല മോളായിട്ട് നാളെ വരണം കേട്ടോ. എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. എല്ലാവർക്കും വനിതാ അടുത്ത പിറ്റാതിന് ഈ പീഡിയയിലെ ഉദ്ഘാടനം നടത്തിയത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ലേശം പിറ്റൊക്കെ പോയിക്കോ. നാളെ കാണാം. നാളെ കാണാം കേട്ടോ. മർഹബായ ജബൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ മർഹബ മർഹബ. പാട് അവിടെ എത്തുന്നതിന് പാടടി കഷ്ടപ്പെട്ട്. നല്ല മുഞ്ചുള്ള താമരച്ചുണ്ട് സെഞ്ചാര ചുണ്ടിണയുണ്ട്. നല്ല മഞ്ചുള്ള താമരച്ചുണ്ട്. ബദറത്ത് പെണ്ണിന്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേരിൽ. ബദറത്ത് പെണ്ണിന്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേരിൽ. വീണുടഞ്ഞു പിടയും